ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നെന്തിട്ട് കാണിച്ചു കൂട്ടുണ്ടല്ലോ എന്തൊക്കെയോ ഫോണിൽ നോക്കിയപ്പോഴേ നല്ല അടിപൊളി ഇന്നത്തെ സ്പെഷ്യല് മാങ്ങക്കറി. മീൻകറി പോലത്തെ മാങ്ങക്കറി ഇന്ന് പരീക്ഷണാണ് കണ്ടപ്പോ. അപ്പൊ അത് ഉണ്ടാക്കി ഞങ്ങള് ടേസ്റ്റ് നല്ല അടിപൊളി മൂവാണ്ടം മാങ്ങ കിട്ടിയില്ല. മൂവാണ്ടം മാങ്ങി വാങ്ങിച്ചത് അവരേത് മാങ്ങി ഉപയോഗിക്കുന്ന അറിയില്ല. ഇല്ലല്ല, അവിടെ വേറെ സ്പെഷ്യൽ മാങ്ങി ഉണ്ടെന്നുണ്ട്. അതുണ്ടെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തോട്ടെ. അങ്ങനെ വല്ലതുണ്ട് എന്റെ അറിവിൽ അവിടെ വേറെ മാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. സ്പെഷ്യലായിട്ട് ആ മാങ്ങക്കറി ഉണ്ടാക്കാനായിട്ട് വേറൊരു മാങ്ങി ഈ മാങ്ങ ഉപയോഗിച്ചിട്ട് എന്നിട്ട് പേര് കാണിച്ചു ഇതൊക്കെ തിരുമ്പി റെഡിയാക്കി മാങ്ങ, ഇഞ്ചി, പച്ചമുളക്, സബോള, പിന്നെ എന്നിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് തിരുമ്മി 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 ഒരു 10 മിനിറ്റ് നിന്ന് തിരുമ്പണം. മെയിനാണ് പറയണത്. അപ്പൊ അങ്കമാലി മാങ്ങക്കറിയാണ് സ്പെഷ്യൽ. അപ്പൊ അത് കൂട്ടി ചോറിനുണ്ടി വരും ഇഷ്ടം നമുക്ക് നോക്കാം. അപ്പൊ നാളികേരം നോക്കട്ടെ. അങ്കമാലി മാങ്ങക്കറി ഞാൻ കഴിച്ചിട്ടുണ്ട്, നല്ല രസം ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ ഉണ്ടാക്കണത് അങ്കമാലിയാണോ വരാക്കരയാണോ എന്നുള്ളത് നോക്കിട്ട് ഞാൻ പറയാം. അങ്കമാലിയാവോ വരാക്കര മാങ്ങറിയാവോ എന്നുള്ളത് നോക്കാം. അപ്പൊ ഇതൊക്കെ അടിച്ച് ഞാൻ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇനി കാണിച്ചു തരാം അല്ലേ. നമ്മുടെ മാങ്ങക്കറിയൊക്കെ സെറ്റ് ആയിട്ട് കുറച്ച് ചോറൊക്കെ കൂട്ടി വന്നിട്ട് എല്ലാ കളറിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇവളുണ്ടാക്കിയപ്പോൾ അത് ചെറിയൊരു കളർ വ്യത്യാസം തോന്നുന്നുണ്ട്. ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത് നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യാട്ടോ എല്ലാവരും. അപ്പൊ ഞാനതൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. കണ്ടില്ലേ, കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല തിക്കായിട്ടുള്ള നല്ല ചാറും മാങ്ങയും എല്ലാം കൂടി ആയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പൊ ഞാനതൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. ഞാനൊന്ന് മാങ്ങ കാണുമ്പോൾ തന്നെ നല്ല തിക്ക് ഗ്രേവി ആയിട്ടാ, നല്ല നാളികേരപ്പാലൊക്കെ ഇങ്ങനെ കുറുകി നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചോറിൻ്റെ കൂടെ കൂട്ടി കുറച്ച് ബീഫും കൂടി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. അല്ലെങ്കിൽ കുറച്ച് അങ്കമാലി പോർക്ക് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് കുറച്ചെടുത്തിട്ട് പുളി കറക്റ്റാ, ഉപ്പും കറക്റ്റാ, ഇന്നത്തെ എല്ലാം അടിപൊളിയാണ്, സംഭവം അടിപൊളിയാണ്. നല്ല മാങ്ങി ചെറിയൊരു പുളികളുണ്ടോ, വലിയ പുളിയില്ല എന്നാലും പുളിയില്ല. എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു സാധനം കേട്ടോ മാങ്ങക്കറി. ഞാൻ എന്നാലും ഇത് കഴിച്ച് നല്ല നാളികേരപ്പാലിൻ്റെ ആ ഒരു തിക്നെസ് ഉള്ള ഗ്രേവി ഇത് കിട്ടിയിട്ടുണ്ട്, ചാറ് നല്ല രസമുണ്ട്. രക്ഷയില്ല, അടിപൊളിയാണ്. പക്ഷെ കളർ എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഈ കളറാണോ ഒരു യെല്ലോ കളറാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ചെറിയൊരു ഓറഞ്ച് കളർ പോലെ കിട്ടിയിട്ടുള്ളൂ, കാശ്മീരി പൊടി ഇട്ടിട്ട്. അപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അങ്കമാലി മാങ്ങക്കറി ഉണ്ടാക്കി തന്ന നമ്മുടെ ജിസ്മിക്ക് പ്രത്യേകം താങ്ക്സ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട, സംഭവം അടിപൊളിയാണ് കേട്ടോ. ഞാൻ തമാശ നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല തിക്കായിട്ടുള്ള നല്ല നാളികേരപ്പാലൊക്കെ കുഴിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണാറൊക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. ഓക്കെ, ബൈ.